അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ്, അതായത് ജനാധിപത്യത്തിൽ നമ്മൾ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിധി എന്നുള്ള നിലയിലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായൊക്കെ ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ HR ഖന്നയുടെ കാര്യം പറഞ്ഞത്. ഇതേ ഇപ്പോൾ ജസ്റ്റിസ് ഖന്നയുടെ പിതാവ് HR ഖന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 20, താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എടുത്തു മാറ്റാൻ കഴിയാത്ത അങ്ങനെ ഒരു വിയോജന വിധി എഴുതിയിട്ടുള്ള HR ഖന്നയ്ക്ക് അന്ന് നഷ്ടമായത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പദവിയാണ്. അച്ഛനും മോനും ഒന്നും ഒരേ സ്വഭാവക്കാരൻ, പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായമായി വരികയാണിത്. KVS അല്ല നികേഷേ, ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് നമ്മൾ ഒരു മഹനീയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതിനൊരു ബഹുമാനവും ആദരവും ഒക്കെയുണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരു അഴിമതി കേസപ്പെട്ട ഒരാള് അവർ എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും ഏത് ഭരണഘടനാ പദവി വഹിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങേരെ പുറത്തു വിടാമെന്ന് ആ കോടതി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. പറഞ്ഞ കേക്കൂ, ഞാൻ പറയട്ടെ, അഫിഡാവിറ്റ് കൊടുക്കല്ല ചെയ്ത്. KVSനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. രാഘവും അജിതയ്ക്കും ശരത് റെഡ്ഡിക്കും ജാമ്യം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് ഇഡി പറഞ്ഞില്ലേ? തുടങ്ങിയ ഭാഗത്തേക്ക് രാഘവും അജിതയ്ക്കും ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് പറഞ്ഞില്ലേ? പൂർത്തിയാക്കട്ടെ, അല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷ്. ഇടയ്ക്ക് അല്ലല്ല, പലർക്കും ജാമ്യം കൊടുത്തിട്ടുണ്ടാവും. അതിലേക്കൊക്കെ ഞാൻ പിന്നെ വരാം. നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യം എനിക്കറിയാം. സംസാരിക്കാൻ അനുവദിക്കും പ്ലീസ് പ്ലീസ്. KVS തുടരൂ. താങ്കളുടെ രാഷ്ട്രീയ താങ്കൾ ബിജെപിയുടെ താല്പര്യമുള്ള ആളാണ്. ബിജെപിയുടെ താല്പര്യമുള്ള ആളാണ്. KVSന്റെ സമയമാണ്. ഒന്ന് നിർത്തണ്ടോ നിങ്ങള്? ഒന്നിലേക്ക് നിങ്ങൾ നിർത്താല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. പ്ലീസ് KVS പറയൂ. ഞാൻ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവർ കാര്യം ഇടപെടാൻ പോയാൽ അത് പറ്റൂല നികേഷേ. ഇല്ലെന്ന് അത് പറ്റില്ല. പറഞ്ഞോളൂ. അങ്ങനെയുള്ളവരുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞാനുമില്ല. അഗ്രസീവായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വരുന്നവരുടെ കൂടെ വകതിരിവില്ലാതെ ചർച്ചയ്ക്ക് വരുന്നവരോടൊപ്പം ഇരിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങളൊക്കെ പോലുള്ള ആങ്കർമാരുള്ളത് കൊണ്ടാ ചർച്ചയ്ക്ക് വരുന്ന പല. പ്ലീസ്. ഞാൻ പറഞ്ഞ കേജ്രിവാള് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണെന്ന് പല തവണ ജാമ്യ ഈ കേസുകൾ വന്ന സമയത്ത് ലോവർ കോർട്ട് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. പിന്നെ ഇവിടുത്തെ ആം ആദ്മിക്കാർക്കും മുസ്ലിം ലീഗുകാർക്കും ഒക്കെ കേജ്രിവാൾ മഹാനാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്ത്യയുടെ ജുഡീഷ്യറി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന നാണം കെട്ട ഒരു ഭരണാധികാരി ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയപ്പോ ഭാര്യയെ ഭരണം ഏൽപ്പിച്ചിട്ടാ പോയത്. വിനോദ് അദ്ദേഹം സംസാരിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം. നാണം കെട്ടൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അവരാരും ചിന്തിച്ചില്ല. ജയിലിൽ പോകേണ്ടി വരും മുഖ്യമന്ത്രിമാർക്കെന്ന്. അങ്ങനെയുള്ളവർ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാളിന് ഞങ്ങള് ഇടക്കാല ജാമ്യം നൽകിയാൽ, കേക്കൂ, അരവിന്ദ് കെജ്രിവാളിന് ഞങ്ങൾ ഇടക്കാല ജാമ്യം നൽകിയാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താനാകില്ല എന്ന് സുപ്രീം കോടതി പറയുകയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ്വി അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും ശ്രീ KVS ഹരിദാസ്, സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകില്ല എന്ന ഒരൊറ്റ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ശ്രീ KVS. ഈ പറയുന്ന സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം എടുത്തിട്ട് അറസ്റ്റിന്റെ സമയത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു. KVS നികേഷ് പറയുന്നതൊക്കെ ശരിയാ. മനു അഭിഷേക് സിംഗ് കേജ്രിവാളിന്റെ വക്കീല. അങ്ങേർക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം.
ഇതുവരെ ഗവൺമെന്റിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഈ കേസിലെ EDയുടെ നിലപാടുകൾ കോടതി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോടതി ഒരു ആദ്യ റൗണ്ടിൽ ആ കേസ് കണ്ടിട്ട് ഒരു ഓപ്പൺ കോർട്ടിൽ ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണം കോടതിയുടെ നിലപാടൊന്നുമല്ല, ജഡ്ജ്മെന്റിന്റെ ഭാഗമൊന്നുമല്ല. ഓപ്പൺ കോർട്ടിൽ ജഡ്ജിമാർ അനവധി നിരീക്ഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും പ്രാധാന്യം ഇന്നത്തെ നിലയ്ക്ക് ഇതുവരെ കൽപ്പിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതാ. ഇത്രയൊക്കെ വലിയൊരു കേസിൽ പെട്ട് ഇത്രയും ദിവസങ്ങളായി ജയിലിൽ കിടക്കുന്ന മഹാൻ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന പ്രശ്നവും കൂടിയുണ്ട്. അതാണ് നേരത്തെ അമിത്ഷാ പറഞ്ഞിരുന്നത്. അവിടെയാണ് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ വിഷയത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അവരുടെ അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രമാണ് KVS. അല്ലാതെ അധികാര കൊതി കൊണ്ടല്ല, ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ പൂർത്തിയാക്കി നികേഷ്, അത് മാത്രമല്ല. പറയട്ടെ, നമുക്ക് വാദം തുടരാം. Debate with MV Nikesh Kumar.